വെൽക്കം. വാക്സിൻ അനിവാര്യമോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഈ ചർച്ചയുടെ പശ്ചാത്തലം എന്താണ്? കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 കുട്ടികൾ പേവിഷബാധയുടെ ഫലമായി നമ്മെ വിട്ടുപോയി. 2021 ശേഷം ഏതാണ്ട് 20ഓളം ആളുകൾ പേവിഷബാധയാൽ മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ ചിലരെ വാക്സിനെ തള്ളി പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതത്ര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമല്ല. വാക്സിനെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് എങ്ങനെ തള്ളി പറയാൻ പറ്റും? നമ്മുടെ പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നല്ലോ കോവിഡ് കാലഘട്ടം. ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ലോകം മുഴുവൻ എത്ര മനുഷ്യരാണ് മരിച്ചു വീണത്. ഒരു വലിയ പാൻഡമിക് ഇല്ലായിരുന്നോ? മനുഷ്യനിങ്ങനെ കരകാണാതെ ആവാതെ മരണത്തിൻ്റെ കയത്തിലേക്ക് തെന്നി വീഴുമ്പോൾ ഒരു വാക്സിൻ വന്ന് നമ്മെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളങ്ങനെ മാസ്ക് ഉപയോഗിക്കുന്നില്ല. സോഷ്യൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നുണ്ട്. എന്തെല്ലാം മാറ്റങ്ങൾ അതുണ്ടാക്കി. മാസ്ക് ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ഭയത്തോടെ അതൊന്നും ചെയ്യാറില്ല. എന്താ കാരണം? ആ വാക്സിൻ വന്നപ്പോൾ കോവിഡ് ഒന്ന് മാറിക്കിട്ടി എന്നുള്ളതാണ് സത്യം. അത് കോവിഡ് വാക്സിൻ്റെ വിഷയത്തിൽ മാത്രമല്ല. പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ എന്ത് മാറ്റമാണത് ലോകത്തുണ്ടാക്കിയത്? എല്ലാ രോഗങ്ങളിലും ശാസ്ത്രമാണ് നമ്മെ സഹായിച്ചിട്ടുള്ളത്. ഇന്ന് നാളെ ക്യാൻസർ നമുക്ക് പടികടത്തണമെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാം. കുഷ്ഠരോഗം വരെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തില്ലേ? ക്യാൻസർ വരെ ഒരു പക്ഷേ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞേക്കും. അതിനെല്ലാം ശാസ്ത്രം നമ്മെ സഹായിക്കും. ശാസ്ത്രത്തിൻ്റെ വലിയൊരു സംഭാവനയാണ് വാക്സിൻ. അതുകൊണ്ട് വാക്സിനെ തള്ളി പറയാൻ പാടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ലോകം മുഴുവൻ ആളുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 59 ആളുകൾ ലോകത്ത് മൊത്തം മരിച്ചെന്നാണ് കേൾക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും റാബീസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മരണം ചിലപ്പോൾ സംഭവിക്കും. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? അത് പരിശോധിക്കണം. ഏറ്റവും പ്രധാനം, വാക്സിൻ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ സൂക്ഷ്മത കാണിക്കണം. ആ സൂക്ഷ്മത നമ്മൾ കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അതുപോലെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, കൈകാര്യം ചെയ്യുന്ന രീതി, അതും വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, അത് കുത്തിവെക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ടോ? ഒരു സീനിയർ ഡോക്ടറുടെ സൂപ്പർവിഷനിലാണോ ഇത് നടത്തിയിട്ടുള്ളത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കേണ്ട ചില കെയറുകളുണ്ട്. ആ കെയറുകളൊന്നും തന്നെ എടുത്തില്ല. ആൻറ്റിബോഡീസ് എടുത്തിട്ടുണ്ടോ? ഇതെല്ലാം പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതിലൊക്കെ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഈ മരണങ്ങളുടെ പിന്നിലെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അത് കൈകാര്യം ചെയ്യുന്ന രീതിക്കാണ് പ്രാധാന്യം. അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഉദ്ദേശം മനസ്സിലാക്കണം. ഏത് കാര്യത്തിൻ്റെയും അത് കൈകാര്യം ചെയ്യുന്ന രീതിയും മനസ്സിലാക്കണം. ഒരു കത്തി തന്നെ നോക്കൂ. അത് കറിക്കത്തിയായിട്ട് ഉപയോഗിക്കാം, കൊലക്കത്തിയായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. അപ്പോൾ ലോകം മുഴുവൻ നമ്മൾ ഈ വാക്സിൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാക്സിനെതിരെയുള്ള ദുഷ്പ്രചരണം
ശാസ്ത്രത്തിനെതിരെയുള്ള പ്രചരണമാണ്. അതുകൊണ്ട് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാത്തത്? അത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തെരുവ് പട്ടികൾ എണ്ണത്തിലധികം വർദ്ധിക്കുന്നു. അവരുടെ പ്രജനനം തടയാൻ പറ്റുന്നില്ല. അവയെ പുനരധിവസിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നു. അവിടെ തെരുവ് പട്ടികൾ വരുന്നു, പെറ്റി പെരുകുന്നു. അവയെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ പട്ടി വയലൻ്റ് ആകുന്നു, ആളുകളെ കടിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധാപൂർവം കാണേണ്ട കാര്യമല്ലേ? വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്തലുണ്ടാകണം. തെരുവ് പട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ പാടില്ല. അവയെ എവിടെയെങ്കിലും പാർപ്പിക്കാനുള്ള പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അവയ്ക്ക് കൃത്യസമയത്ത് വാക്സിൻ എടുക്കണം, പ്രജനനം തടയണം. ഇതിനെല്ലാം ഗവൺമെന്റ് മെഷീനറി മാത്രമല്ല, വോളണ്ടറി സംഘടനകളുടെ ഒരു ജാഗ്രത കാണിക്കണം. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഉള്ള ഒരു പ്രധാന സംഗതി. പൊതുനിരത്തുകൾ തെരുവ് പട്ടികൾ കൈയാളാൻ പാടില്ല. നമ്മുടെ റോഡുകളിൽ അവരുടെ സാന്നിധ്യം പാടില്ല. മൃഗസ്നേഹികൾക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോടാണ് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ഈ പൊതുസ്ഥലങ്ങളിൽ മൃഗങ്ങളെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് ശരിയല്ല എന്ന് മൃഗസ്നേഹികൾ മനസ്സിലാക്കണം. കാരണം പൊതുസ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ സേഫ് ആയിരിക്കണം. മറ്റൊരു പ്രധാന സംഗതി എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ കോടതികളും ഗവൺമെൻറ്റുകളും കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം ഈ പൊതുപ്രശ്നങ്ങളിൽ എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഗവൺമെൻറ് ഓർഡർ ഇറക്കുമ്പോൾ ആ ഓർഡർ പ്രായോഗികമാണോ എന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കണം. പലതവണ ആവർത്തിച്ച് പരിശോധിക്കണം. ഒരു പരിശോധന പോരാ, ആവർത്തിച്ച് ഏതെങ്കിലും നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഗവൺമെൻറ്റുകൾ ഓർഡർ എടുക്കുമ്പോൾ അത് പ്രായോഗികമാണോ എന്ന് പരിശോധിക്കണം. കോടതികൾ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യപക്ഷത്ത് നിന്ന് വേണം വ്യാഖ്യാനിക്കേണ്ടത്. കാരണം മനുഷ്യജീവനാണ് വിലപ്പെട്ടത്. മറ്റേത് ജീവനേക്കാൾ വലുത് മനുഷ്യജീവനാണ്. മരിച്ചുപോയ മനുഷ്യന് ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവനെ കൊല്ലാനുള്ള സാഹചര്യവും ഒരുക്കാൻ പാടില്ല എന്ന് കോടതികൾക്ക് ബോധമുണ്ടാകണം. അതുകൊണ്ട് വധശിക്ഷ വേണ്ട എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ ന്യായം അതൊക്കെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പറയാനുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട്. കോടതികൾ മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിക്കണം. എല്ലാ നിയമങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും ശ്രേഷ്ഠമാക്കുവാനാണ്. ജീവിതത്തിൻ്റെ പുഴുക്കുത്തുകൾ മാറ്റി, പോരായ്മകൾ മാറ്റി മെച്ചപ്പെടുത്താനാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ശാസ്ത്രവും അത് തന്നെയാണ്, നിയമങ്ങളും അതിനു വേണ്ടിയാണ്, ഗവൺമെൻറ്റുകളും കോടതികളും എല്ലാം അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിക്കണം. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അതൊന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല, ശാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ശാപത്ത് നാളിൽ രോഗികളെ സൗഖ്യമാക്കുന്നത് തെറ്റാണെന്ന് അന്നത്തെ ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന, യാഥാസ്ഥികമായി ചിന്തിക്കുന്ന പരീശ പ്രമാണികൾ അഭിപ്രായപ്പെടുകയും അതിനെ വിലക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ക്രൈസ്റ്റ് ചോദിച്ചു, ഈ ശാബത്ത് നാളിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ആട്ടിൻകുട്ടി കിണറ്റിൽ വീണാൽ എടുക്കുമോ? അതെടുക്കും. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ശാബത്ത് മനുഷ്യന് വേണ്ടിയായിരിക്കണം, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല.
ഇതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം.